നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കുക്കേട്ടൻ. അപ്പോൾ എല്ലാവരും കണക്ക് പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന സമയമാണ്. ഇതൊന്ന് കേട്ടിട്ട് പോകണേ. എവിടെ ക്രിയ ചെയ്യണം? ക്രിയ ചെയ്യേണ്ടത് എവിടെ എന്ന പ്രശ്നം മിക്കവരെയും അലട്ടുന്ന ഒന്നാണ്. മറ്റു വിഷയങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണിത്. എവിടെ ക്രിയ ചെയ്യണം, എത്ര സ്ഥലം അതിനായി എടുക്കാം എന്നീ ചോദ്യങ്ങൾ കുട്ടികൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. കുട്ടികൾ ഓർക്കുക, ഒരു കണക്ക് ചോദ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ ക്രിയയും. ക്രിയ ചെയ്യുന്നതിന് സ്ഥലപരിമിതി ഒന്നുമില്ല. അതത് ചോദ്യങ്ങൾ ചേർന്നു പേജിൻ്റെ വലതുവശത്ത് ആവശ്യത്തിന് സ്ഥലം ക്രിയ ചെയ്യാനെടുക്കാം അഥവാ എടുക്കണം. ഇടതുവശത്തെ മാർജിൻ കോളത്തിൽ ക്രിയ ചെയ്യരുത്. ചില കുട്ടികൾ ഉത്തരക്കടലാസിൻ്റെ അരികു ചേർന്നും ചോദ്യക്കടലാസിൻ്റെ മൂലയ്ക്കുമൊക്കെ ആരും കാണരുതെന്ന മട്ടിൽ കുത്തിക്കുറിക്കുന്നത് കാണാം. ക്രിയ ചെയ്ത് നോക്കുന്നത് എന്തോ മഹാപരാധമാണെന്നാണ് ഇക്കുട്ടികളുടെ ധാരണ. ഇങ്ങനെ കുത്തിക്കുറിച്ചാൽ തെറ്റുപോകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഓർക്കണം. ത്രികോണമിതി, ഘനരൂപങ്ങൾ, രണ്ടാംകൃതി സമവാക്യങ്ങൾ തുടങ്ങിയ അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ക്രിയ ചെയ്യാൻ കൂടുതൽ സ്ഥലം വേണ്ടിവരും. ഉത്തരക്കടലാസിൽ വേണ്ടത്ര സ്ഥലമെടുത്ത് വൃത്തിയായി ക്രിയ ചെയ്യുക. തെറ്റിപ്പോയെന്ന് തോന്നിയാൽ പേപ്പർ വൃത്തികേടാവാതെ ഒരേ ഒരു വരെ കുറുകെ വരച്ച് വെട്ടിക്കളഞ്ഞേക്കുക. പടം വരയ്ക്കണോ? ഇനി ചിത്രങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പറയാം. ഒരു വൃത്തസ്തൂപികയിൽ നിന്നും ചെത്തിയുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനാണ് ചോദ്യമെന്ന് കരുതുക. ഇവിടെ സ്കെയിലും കോമ്പസും ഒക്കെ ഉപയോഗിച്ച് തോതെടുത്ത് വരച്ച ഒരു ചിത്രം ആവശ്യമില്ല. മറിച്ച് ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ഏകദേശ ചിത്രം വരച്ചേക്കുക. കണക്ക് പരീക്ഷയ്ക്ക് സമയം തികയുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരക്കടലാസിൽ കൃത്യമായ അളവിൽ വരച്ച മനോഹരമായ ഒരു ചിത്രമുണ്ടെന്ന് കരുതി മുകളിൽ സൂചിപ്പിച്ച ചോദ്യത്തിന് മാർക്ക് ലഭിക്കില്ല. ഇവിടെ ചിത്രത്തിനല്ല മാർക്ക്, ചിത്രം കണക്കു ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരച്ച് അന്തർവൃത്തം നിർമ്മിക്കാനാണ് ചോദ്യമെന്നിരിക്കട്ടെ. ഇവിടെ ചിത്രത്തിനാണ് മാർക്ക്. അതുകൊണ്ട് ത്രികോണവും കോണുകളുടെ സമഭാജിയും അന്തർവൃത്തവുമെല്ലാം കൃത്യമായി തന്നെ വരയ്ക്കണം. ചിത്രത്തിന് പേര് കൊടുക്കണം. അളവുകൾ യഥാസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ക്രിയാരേഖകളെല്ലാം ചിത്രത്തിൽ കാണിച്ചിരിക്കണം. തന്നിരിക്കുന്ന ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ബാഹ്യബിന്ദുവിൽ നിന്ന് വൃത്തത്തിൻ്റെ തൊടുവരകൾ വരയ്ക്കുക തുടങ്ങിയവയൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങളാണ്. ഇനി പ്രധാന സംഭവം ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. പരീക്ഷയ്ക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കരുതണം. വെറും പെട്ടി പോരാട്ടോ, പെൻസിൽ 2 എണ്ണം കരുതണം. വലിയ പെൻസിൽ വേണ്ട, മുറിച്ചത് മതി. ഒന്ന് കോമ്പസിൽ ഉറപ്പിച്ച് വെച്ചിരിക്കണം. മറ്റേത് വരയിടാനും മറ്റും ഉപയോഗിക്കാം. കോമ്പസിൽ ഉറപ്പിച്ച് വെച്ചിരുന്ന പെൻസിൽ ഇടയ്ക്കിടെ ഉരുകുകയും ഉറപ്പിക്കുകയും ചെയ്ത് സമയനഷ്ടത്തെ ഇടയാക്കും. പരസ്പര ബന്ധമുള്ള ചോദ്യങ്ങൾ ഒറ്റപ്പെട്ട അഭ്യാസങ്ങളായല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അധ്യായങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങൾ കാണുമെന്ന് ഓർക്കണം. ചിത്രം കണ്ടാൽ തൊടുവരകളിലേതാണ് ചോദ്യമെന്ന് തോന്നും. എന്നാൽ ത്രികോണമിതി ഉപയോഗിച്ച് ഉത്തരം കാണേണ്ട കണക്കായിരിക്കും. ചിലപ്പോൾ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കേണ്ടത് രണ്ടാംകൃതി സമവാക്യം ഉപയോഗിച്ചായിരിക്കും. ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടേ ഉത്തരം എഴുതാവൂ എന്നാണ് ഇതിനർത്ഥം. എല്ലാവർക്കും ശുഭദിനം.